നമ്മൾ ബാട്ടുക്കീസ് പോവാ ഗൈസ്. തോന്നില്ല ലിഫ്റ്റ് തരുവാരേലും. Yes, guys, we are going to Murugan temple. 50 വയസ്സിൽ കൂടിയവർക്ക് ഈ കാലിൻ്റെ ടൈലാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത്. നല്ലത്. സാർ എങ്ങനെ 50 എന്നൊക്കെ പറയും. പക്ഷേ ഇതേ ചേച്ചിയും ഞങ്ങളും എല്ലാവരും ക്ഷീണിച്ചു. മേളി വരെ കയറിയപ്പോഴത്തേക്കോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ലൊരു ക്ലൈമറ്റാണ് ബട്ടു കേവ്സിനുള്ളിൽ. നല്ല തണുപ്പും ആ ഒരു തണുപ്പിനകത്തൊക്കെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ഈ കേവ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. എന്താണോ എന്ത്. നമ്മളിപ്പം വളരെ പ്രശസ്തമായിട്ടുള്ള ബട്ടു കേവ്സിലാണുള്ളത്. ഇവിടെ വരെ നമ്മൾ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ട് കയറി. ബട്ടു കേവ്സ്, the beauty of colors. അങ്ങനൊന്നും ഇല്ല കേസ്. ഞങ്ങളങ്ങനെ അവിടുന്ന് പയ്യെ ഇറങ്ങാനായിട്ടുള്ള പുറപ്പാടിലാണ്. അമ്മേന് പാല് കൊടുക്കുക. നോക്കി നമ്മളിനി ഏറ്റവും ടോപ്പിൽ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയും പൊക്കത്താണ് നമ്മൾ നിൽക്കണേന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സൊക്കെ എടുത്തു. നമ്മളിനി പോകുന്നത് ജെന്നിങ് ഹൈലൈറ്റ്സിലേക്കാണ്. നമ്മളവിടെ എയർ കാറിലാണ് പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ എയർ കാറിലേക്ക് പോവാണ്. സെയിം ദ വെദർ ആസ് ലൈക്ക് ദ മൂന്നാറിലെ പോലെ തന്നെ നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ ഈ നടന്ന് മുന്നോട്ടേക്ക് പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് ഈസ് ഫ്രം ആൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. എയർ കാർ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. So we are now in the Genting Island. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മളവിടെ പോകുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഫുഡ് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഇറ്റ്സ് വാസ് സോ നൈസ്. എനിക്കടുത്ത് മീൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷനിലൂടെ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ഷോപ്പിങ്ങിനാണ്. പിന്നെ കാസിനോയിൽ ക്യാമറ അലോഡഡ് അല്ല. ഏറ്റവും താഴത്തെ പോർഷനിലാണ് കാസിനോ വരുന്നത്. പിന്നെ അവിടെ കുറച്ച് ഡാൻസിങ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയും താഴത്തെ ലെവലിലായിരുന്നു വരുന്നത് ഈ ഫ്ലവർ ഷോസ്. പിന്നെ നമ്മൾ സാറിൻ്റെ കൂടെയും കൂട്ടുകാരുടെ കൂടെയൊക്കെ റാമ്പ് വോക്ക് നടത്തി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് കാറ് പിടിച്ചു. അപ്പോൾ ഇന്നത്രയുള്ള ശുഭദിനം.